ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ശത്രുക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ സ്ഥിതി ഇപ്പോൾ വലിയ പരിങ്ങലിലല്ലേ? അയൽവാസി ദരിദ്രവാസിയാണ്. ഇന്ത്യൻ്റെ അയൽവാസികൾ ചൈന മാത്രമേ ഉള്ളൂ കയ്യിൽ നിന്ന് കാശുള്ള ആളുകൾ. ബാക്കിയെല്ലാം ദരിദ്രവാസികളാണ്. ഇതിൽ നല്ലൊരു ശതമാനം സ്റ്റേറ്റുകൾ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ചൈനേനെ പണ്ടേ ഇവർക്കൊരു വിശ്വാസമുണ്ട്. ചൈന ടിബറ്റൊക്കെ ആക്രമിച്ച് കീഴടക്കിയോടുകൂടിയിട്ട്. പിന്നെ ഇന്ത്യയെ വിശ്വസിക്കാൻ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ അന്ന് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ കാശ്മീർ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇൻ്റർനാഷണൽ നിയമങ്ങളൊക്കെ പാലിക്കുന്ന ആളുകളാണ്, മര്യാദക്കാരാണ് എന്നുള്ള ഫീലാണ് ഈ രാജ്യങ്ങളൊക്കെ നമ്മളോട് ചേർന്ന് നിന്നത്. നമുക്കാണ് പാകിസ്ഥാൻ പിടിച്ചെടുക്കാം. ഇൻ ദ സെൻസ് പാക്-അധീനിഷ്ഠ കാശ്മീർ പണ്ടേ പിടിച്ചെടുക്കാമായിരുന്നു. അതുപോലെ നമ്മൾ 65 മറ്റേ യുദ്ധത്തിൽ നമ്മൾ ലാഹോർ വരെ പോയതാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ പിടിച്ചെടുക്കാമായിരുന്നു. ചെയ്തിട്ടില്ല. ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന രാജ്യം എന്നുള്ള ഫീൽ, മര്യാദക്കാരുടെ ഫീലിലാണ് അവർ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നമ്മൾ അത് പാകിസ്ഥാൻ വെച്ച്, പാകിസ്ഥാനിൻ്റെ നിത്യനിദാന ശത്രുവാണ്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. 80-കൾക്ക് മുമ്പൊക്കെ അഫ്ഗാനിസ്ഥാൻ വളരെ റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മുസ്ലിം രാജ്യമായിരുന്നു. അത് സോവിയറ്റ് റഷ്യ അമേരിക്കയും കൂടിയാണ് അത് നശിപ്പിച്ച് കളഞ്ഞത്. സോവിയറ്റ് റഷ്യ എന്തിനാണ് ആ രാജ്യം പിടിച്ചെടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സോവിയറ്റ് റഷ്യയുടെ പരാജയത്തിന് അവിടെ ഉണ്ടായിട്ടുള്ള യുദ്ധവും അതിൻ്റെ ചെലവും എല്ലാം വലിയൊരു കാരണമാണ്. അവിടെ നിന്നുള്ള തിരിച്ചുപോക്ക് സോവിയറ്റ് റഷ്യയുടെ അവിടെ നിന്നോട്ടാണ് സോവിയറ്റ് റഷ്യക്ക് തിരിച്ചടികൾ വന്നു തുടങ്ങിയത് അന്താരാഷ്ട്ര രംഗത്ത്. അതുവരെ സോവിയറ്റ് റഷ്യ അശ്വമേധമായിരുന്നു. ഇപ്പോൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കെ വന്ന സമയത്ത് അവരെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് മാറി ആ ഒരു വർഷത്തോടു കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചൈന ഏതായാലും നമ്മൾ കോമ്പറ്റേറ്ററാണ്. അതുകൊണ്ട് ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എല്ലാ കാലത്തും നമുക്ക് ചൈന പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നുള്ളത് നേപ്പാളാണ്. നേപ്പാൾ അടുത്ത ഇന്ത്യയുടെ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ്. വീരേന്ദ്ര രാജാവൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അതിനുശേഷം ജ്ഞാനേന്ദ്ര രാജാവ് അങ്ങനെ പിന്നെ അനിയനെ കൊന്ന് ചേട്ടനെ കൊന്ന അനിയനോ അവർ പറയുന്നത് ഇയാളെ മകൻ വെടിവെച്ച് കൊന്നതാണ് രാജാവിൻ്റെ അങ്ങനെ നല്ലത് ഈ വിന്നിരിങ്ങേരാണ്. അപ്പം അവരും നമ്മളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പ്രചണ്ഡ ഈ മാവോയിസ്റ്റുകൾ സ്വാഭാവികമായിട്ട് അവിടെ ജയിലിലൊക്കെ പഠിച്ചതാണ് പ്രചണ്ഡ, നമ്മുടെ യെച്ചൂരിൻ്റെയൊക്കെ സുഹൃത്ത്. പക്ഷേ പ്രചണ്ഡയ്ക്ക് ആരോടായിരിക്കും താല്പര്യം നമുക്കറിയാമല്ലോ. പിന്നെ അപ്പോൾ ഇതിന് മോഡിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ ഭരണ സംവിധാനത്തിലുണ്ടായ മാറ്റം കൊണ്ടാണ് അവർ ചൈനയോട് ആഭിമുഖ്യം കാണിക്കുന്നത്. വേറൊന്ന് ഭൂട്ടാനാണ്. ഭൂട്ടാൻ നമ്മളൊരു വലിയ കുഴപ്പം. അവിടെ ലോകത്തെ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളൊന്നാണ് ഭൂട്ടാൻ. മനോഹരമായ രാജ്യമാണ്. അവർ നമ്മളായിട്ട് ആ ബന്ധം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഭൂട്ടാൻ്റെ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതൊക്കെ നമ്മളാണ്. വേറൊരു രാജ്യം ബർമ്മയാണ്. ബർമ്മ ഓൾറെഡി മിലിറ്ററി ജുണ്ടയുടെ അണ്ടറിലുള്ള രാജ്യമാണ്. ബർമ്മ ബേസ് ചെയ്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത്. അവരും നമ്മളും പണ്ടേ നമ്മൾ ഈ ഓങ് സാങ് സൂചിയെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പുറത്ത് അവർക്ക് എതിർപ്പുണ്ടായിരുന്നല്ലാതെ ഇപ്പം അങ്ങനെ വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്നാൽ അവിടുത്തെ തീവ്രവാദികൾ നമുക്ക് തലവേദനയാണ്. ഈ തീവ്രവാദികളാണ് മോഡി വന്ന സമയത്ത് ഹോട്ട് പ്രോസിക്യൂട്ട് നടത്തി അവിടെ പോയിട്ട് നമ്മൾ ആക്രമിച്ചത്. പിന്നെ ബംഗ്ലാദേശ് ആദ്യകാലത്ത് നമുക്ക് അനുകൂലമായി നിന്ന രാജ്യമായിരുന്നു. പിന്നെ മിലിറ്ററി ഭരണം വന്ന സമയത്ത് അവർ പാകിസ്ഥാൻ്റെ സുഹൃത്തായി അവർ നമുക്കെതിരായി. പിന്നെ ജനാധിപത്യം വന്നപ്പോൾ വീണ്ടും എസ്പെഷ്യലി ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നമ്മുടെ സ്വന്തം സംസ്ഥാനം എന്ന രീതിയിൽ നിന്നിരുന്ന രാജ്യമാണ്. ഇപ്പോൾ ആ രാജ്യം നമുക്ക് ശത്രുക്കളായി. പിന്നെ ബംഗ്ലാദേശിൻ്റെ പ്രത്യേകത വെച്ചാൽ സാമ്പത്തിക വളർച്ച രംഗത്ത് ഇന്ത്യനെക്കാട്ടും ഭേദമായിരുന്നു. സോഷ്യൽ ഇൻഡൈസസിൽ ഇന്ത്യനെക്കാട്ടും ഭേദമായിരുന്നു. ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് മൊബൈലും ഒക്കെ വന്നിട്ട് മൊബൈലൊക്കെ സാമ്പത്തികമായ രാജ്യമാണ് ബംഗ്ലാദേശ്. പക്ഷേ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇപ്പോഴുള്ള ഈ ഒരു ക്രൈസിസ് അതൊരു ബംഗ്ലാദേശിനെ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ക്രൈസിസ് കഴിഞ്ഞാലും ഇന്ത്യയോട് അടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ക്രൈസിസ് അവിടെ ആര് വരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ അടുത്തിട്ട് ആകപ്പാടെ ജിഹാദികളെ കിട്ടുന്നതിലാണ് അതൊക്കെ കാര്യമൊന്നുമില്ല. പിന്നെ ബംഗ്ലാദേശ് മുമ്പുള്ളവർ പാകിസ്ഥാനി കുട്ടികളെ പ്രസവിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബഹുമാന സ്ഥിരം പരിപാടി. മുമ്പ് നമ്മളെ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് പാകിസ്ഥാനികൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ജിഹാദി ബിസിനസ് അവിടെ ഫ്ലരിഷ് ചെയ്താണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വലിയ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. ഞങ്ങൾക്ക് പാകിസ്ഥാനേക്കാൾ വലിയ തലവേദനയാണ്. അവിടെ പാകിസ്ഥാൻ പോലെയല്ല നദികളും അതും ഇതൊക്കെ ഉള്ളു. പണ്ട് അവിടെ നദികളൊക്കെ ഉണ്ട്, ഇവിടെ കാടും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നുഴഞ്ഞ് കയറാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഓൾറെഡി വലിയൊരു ബംഗ്ലാദേശി പോപ്പുലേഷൻ ഇന്ത്യക്കകത്തുണ്ട്. അത് പാകിസ്ഥാനെ പറ്റി നമ്മൾ ഗാർഡനാണ്. പക്ഷേ ബംഗ്ലാദേശ് ഇപ്പോഴാണ് ശത്രുവായത്. മിലിറ്ററി ഗാർഡനായിരിക്കും, ജനങ്ങൾ അത്ര ഗാർഡനല്ല. മൊത്തം ബംഗ്ലാദേശ് ആരും ബംഗാളികളും തമ്മിൽ നല്ല ബന്ധുവാണ്. അത് സഹോദരങ്ങളാണ്. ഇപ്പം സഹോദരങ്ങളാണെന്ന് പറയും, മുമ്പില്ലായിരുന്നു.
മുമ്പ് ബംഗാളി ഹിന്ദുക്കളെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൊന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഓഗസ്റ്റ് 1947 ഓഗസ്റ്റ് 15 അവിടെ പോയിട്ട് നിരാഹാരം ഇരുന്നത്. അതുകൊണ്ടാണ് അവിടെ കലാപമില്ലാതിരുന്നത്. ഭീകരമായ അട്രോസിറ്റീസാണ്. ഹേറാം സിനിമയെ കണ്ടാൽ മനസ്സിലാവും. വേറൊരു രാജ്യം ഈ പറയുന്ന പോലെ മാലിയാണ്. മാലിയിൽ ഇപ്പോൾ ഇസ്ലാമിക ഫണ്ടമെൻ്റൽ സംഗതി കളിച്ചോട് കൂടിയിട്ട് ആൻറ്റി ഇന്ത്യനാണ് തരം നോക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ നോക്കും നടക്കുകയല്ല, പിന്നെ ഇന്ത്യനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു ഇപ്പം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രാജ്യമായിരുന്നു ശ്രീലങ്കയും ബംഗ്ലാദേശിനെ കൊണ്ട് പറഞ്ഞതിൻ്റെ മാതിരി ഇന്ത്യനെക്കാളും സാമ്പത്തിക വളർച്ചയൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിപ്പോയി. പക്ഷേ ഇപ്പോൾ അവിടെ ആ രാജ്യം കൊളാപ്സ്ഡായി. ഇക്കണോമിക് റിസഷൻ വന്നതോടുകൂടി രാജ്യം തകർന്നു പോയി. അപ്പോൾ എല്ലാം ദുർബലമായ അവസ്ഥയിലാണ് രാജ്യം. മാത്രമല്ല അവിടെ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ ഓരോരുത്തരായി നമ്മുടെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുക. ഈ ശത്രുക്കളായി മാറിയതിൻ്റെ പിന്നിൽ അത് മോഡിയുടെ പരാജയമാണെന്ന് പറയുന്നതിന് കാര്യമൊന്നുമില്ല. മോഡി വന്നതിന് ശേഷം പ്രത്യേകം എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മോഡി ഇവരെയൊക്കെ തന്നെ വിളിച്ച് വരുത്തിയിട്ടൊക്കെയാണ് 2 തവണയും 3 തവണയിൽ സ്ഥാനം ഏൽക്കുമ്പോൾ ഇവരെല്ലാം പ്രതിനിധികളെല്ലാം വിളിച്ച് വരുത്തിയാണ്. പാകിസ്ഥാനുമായിട്ട് പോലും നല്ല ബന്ധത്തിന് ശ്രമിച്ചതാണ്. അതിനിടയ്ക്ക് പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് കാരണമാണ് ആ ബന്ധം പിന്നെയും തകർന്ന് തരിപ്പണമായത്. അപ്പോൾ ഇത് മോഡിയുടെ ഒരു പ്രോബ്ലം അല്ല. ഇതൊരു കാലത്ത് ഈ മലപ്പുറത്തെ പുതിയ മുസ്ലിം ചെറുപ്പക്കാരെ പോലെയാണ്. അവർക്ക് എന്തായിരുന്നു ഇന്നലെ മുസ്ലിം ലീഗ്, ഇന്നെന്തായിരുന്നു ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താണ്, എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നോക്കം നിൽക്കുന്നു, എന്തുകൊണ്ട് മലബാറിലെ മുസ്ലിങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നീ മണ്ടന്മാർക്ക് ശരിക്കും അറിയില്ല. അവരുടെ വിചാരം എന്ന് വെച്ചാൽ ഇത് നേരെ അവരുടെ കാലാകാലമായിട്ട് ഇങ്ങനെയായിരുന്നു. ലോകത്തെ ഏറ്റവും പിന്നോക്കം നിന്ന സ്ഥലമാണ് ഈ മലബാർ. അതുപോലെ ഈ ഇവിടെയൊക്കെ ഒരു പുതിയ ജനറേഷൻ ലീഡർഷിപ്പ് വന്ന സമയത്ത് അവർക്ക് ഇന്ത്യ അവരെ ഡോമിനേറ്റ് ചെയ്യുന്നു ഫീൽ ഉണ്ടായി. ആ ഫീൽ ഉണ്ടാക്കുന്നത് ചൈനയൊക്കെ വലിയ പങ്കും വഹിച്ചു, പാകിസ്ഥാനൊക്കെ വലിയ പങ്ക് വഹിച്ചു. അങ്ങനെ ഇവരെന്ത് ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗാൻഡ അയച്ചു വിട്ടു. ഈ പ്രൊപ്പഗാൻഡ പതുക്കെ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇന്ത്യയിൽ കയറുന്നത്. ഇന്ത്യ ഞങ്ങളുടെ സൈന്യത്തെ ഡോമിനേറ്റ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നു, ആൾ ഭരിക്കണം, ഇന്ത്യ തീരുമാനിക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ഫീൽ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുണ്ട്. കാരണം ഈ സാർക്ക് രാജ്യങ്ങളുടെ ഒരു കോർഡിനേഷനൊക്കെ വന്നതോടുകൂടി ഇന്ത്യ ഒരു റീജിയണൽ സത്തപ്പ് അല്ലെങ്കിൽ റീജിയണൽ പവറായി മാറുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. ഈ രാജ്യങ്ങൾ അവരുടെ അണ്ടർ വേണം. എന്നിട്ട് ഈ രാജ്യങ്ങൾ ഉപയോഗിച്ച് വേണം ഇവിടെ ഇന്ത്യനെ ഭാവിയിൽ അവർക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്യും. ഇന്ത്യനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നത് അമേരിക്കയുടെ പ്ലാനാണ്. എങ്കിലാണ് അവർക്ക് അവരുടെ മതക്കച്ചവടം നടക്കുന്നത്. ആ മതക്കച്ചവടത്തിലൂടെ വേണം അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റോടെ വ്യാപിപ്പിക്കുക. ലോകത്തെല്ലാം ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ആവശ്യം. ഇപ്പം നോക്കൂ, വെസ്റ്റ് ഏഷ്യയിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ, കുറച്ചെങ്കിലും ആധുനിക ജനാധിപത്യമൊക്കെ നിലനിന്നിരുന്ന രാജ്യങ്ങൾ, ജനാധിപത്യം അല്ലെങ്കിൽ ആധുനിക ഭരണ സംവിധാനം നിലനിന്നിരുന്ന രാജ്യം, ലിബിയ, സിറിയ, ഇറാഖ്, ഇതൊക്കെ അവർ നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഇറാൻ അവർ കൊണ്ടുപോയിട്ട് അവസാനം ഈ ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ കയ്യിലെത്തിച്ചു കൊടുത്തു. അങ്ങനെ ലോകത്ത് സ്റ്റേബിളായിരുന്ന എല്ലാ രാജ്യങ്ങളും തകർക്കുക എന്നുള്ള അവരുടെ അജണ്ടയാണ്. അതിനവർ ഫണ്ടും കൊടുക്കും. അതിനവർ ആദ്യം ഉപയോഗിക്കുന്ന ടൂള് മതമാണ്. ഈ സാധനത്തെ അയച്ചു വിട്ടിട്ട് ഉള്ളിൽ നിന്ന് നശിപ്പിച്ച് കളയും. എന്നിട്ട് അവർ പുറത്ത് ആധിപത്യം സ്ഥാപിക്കും. അങ്ങനെ ഒരു ലോകത്തെ എങ്ങനെയാണ് ലോകത്തെ പൗരാണിക കാലഘട്ടം 500 വർഷത്തോളം അടക്കി വരിച്ചത്, ഒരു ലോക ഗവൺമെൻറ്റാണ് അമേരിക്കയുടെ അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ മോഡിയെ കുറ്റം പറയുന്നത് നിങ്ങൾ ഈ മരം കണ്ടു കാട് കണ്ടില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഇതൊരു ലോങ് ഡ്രോൺ ഔട്ട് പ്രോസസ്സാണ്. അപ്പം അയൽവാസി ദരിദ്രവാസി മാത്രമല്ല, ഇപ്പോൾ അയൽവാസി സൈക്കോ കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.